101 നമസ്കാരത്തോടെ നമുക്ക് തുടങ്ങാം. ഒരു പത്രവാർത്ത വായിച്ചപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായി വളരാവുന്ന, ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായി വളരാവുന്ന വിഴിഞ്ഞം തുറമുഖം രൂപം കൊള്ളുമ്പോഴും ഇന്ത്യൻ സെനാറിയോയിൽ രാജ്യത്ത് മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു പത്രവാർത്ത സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരു മീറ്റിങ്ങിൽ, ഒരു അവാർഡ് സെറമണിയിൽ നിരന്നു നിൽക്കുന്നവരെല്ലാം കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ളവരാണ്. ഇറ്റ്സ് ടൈം ഫോർ ഇന്ത്യ ടു ഷൈൻ ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ്, ബിസിനസ് ലീഡേഴ്സ് സേ അറ്റ് ETCO റൗണ്ട് ടേബിൾ. ഇന്ത്യ തിളങ്ങുമ്പോഴും മലയാളികൾ തിളങ്ങുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. തിളങ്ങാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും മലയാളികൾ ഇന്ത്യ എന്നല്ല ലോകത്തിലെ തന്നെ തിളക്കങ്ങളിൽ ഒന്നായി മാറും എന്നുള്ളതാണ് സെയിലിംഗ് കമൻട്രിയുടെ പ്രവചനം. ഇന്ന് ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ. വിഴിഞ്ഞം പദ്ധതി എങ്ങനെ അവഗണിക്കപ്പെടുന്നു, കേരളം എങ്ങനെ അവഗണിക്കപ്പെടുന്നു, നമുക്ക് കാണാം. പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാനൊരു വാർത്ത വായിച്ചു തുടങ്ങിയത്. നമ്മുടെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ, അദ്ദേഹം മുൻ ആസാം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോഴത്തെ കപ്പലിൻ്റെയും പോർട്ടുകളുടെയും ഒക്കെ ചുമതല. നമ്മുടെ ഒക്ടോബർ 15 ആദ്യ കപ്പലിനെ സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ പരിപാടിയിട്ടപ്പോൾ അദ്ദേഹത്തെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരുന്നു. ഇതുവരെയും അറിയാത്ത കാരണങ്ങളാൽ അദ്ദേഹം ആ ചുമതല നിർവഹിച്ചില്ല. അദ്ദേഹം കേരളത്തിൽ വന്നില്ല, തിരുവനന്തപുരത്ത് വന്നില്ല. ഇതിനിടയ്ക്ക് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ വളരെ സന്തോഷകരമായ ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നു, ഒരു കമൻ്റ് തന്നു. കേന്ദ്രം വിഴിഞ്ഞം പദ്ധതി വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ 2025, 2026 വർഷങ്ങളിൽ വലിയ തോതിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, പ്ലാനിംഗ് എന്നിവയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് സെയിലിംഗ് കമൻട്രിയുടെ പ്രേക്ഷകൻ അയച്ചിരുന്നു. അപ്പം ഞാൻ പലയിടത്തും കണ്ടില്ല, എന്നാലും വളരെ സന്തോഷം തോന്നി. അങ്ങനെ കേന്ദ്രം ഒരു തീരുമാനം എടുത്തല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിലായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ശ്രീ സർബാനന്ദ സോണോവാൾ അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമ പ്രതികരണം, ഐമീക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഒരു പ്രസംഗമാണ്. ഞാൻ പല ആവർത്തി വായിച്ചു, 3-4 തവണ വായിച്ചു. എനിക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയോ, എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി, ഏതെങ്കിലും വാക്കുകൾ കാണാതായോ തുടങ്ങിയതൊക്കെ ഞാൻ ചികഞ്ഞ് പരിശോധിച്ച് അന്വേഷിച്ചിട്ട് ഒടുവിൽ ഞാൻ നിരാശനായി. പ്രേക്ഷകർ ഇതൊന്ന് കണ്ടുപിടിക്കണം. എനിക്ക് തെറ്റുപറ്റിയതാണോ അതോ വേറെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് അന്വേഷിക്കണം. നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരാണോ? കേരളം ഇന്ത്യക്ക് GST കൊടുക്കുന്നുണ്ടോ? IGST കൊടുക്കുന്നുണ്ടോ? പ്രവാസി പണം 1,10,000 കോടി രൂപ ആകുമെന്നാണ് കേൾക്കുന്നത്, കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രം. ഇങ്ങനെയുള്ളൊരു കേരളത്തെ ഈ പറയുന്ന ഒരു 4-5 കോളം വാർത്തയിൽ എവിടെയെങ്കിലും എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ദയവേത് ക്ഷമിക്കുക, ഞാൻ വായിക്കാം. ഈ വരികളിലോ വരികൾക്കിടയിൽ എവിടെയെങ്കിലുമോ വിഴിഞ്ഞം പദ്ധതി ഉണ്ടോ, പൂവാർ കപ്പൽ നിർമ്മാണശാലയുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് വിൽ ബി ഡെവലപ്ഡ് ഇൻ കോസ്റ്റൽ സിറ്റീസ്. മന്ത്രിയുടെ വാചകം, ടൈറ്റിലാണ്. ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് വിൽ ബി ഡെവലപ്ഡ് ഇൻ കോസ്റ്റൽ സിറ്റീസ്. ഞാൻ പൂവാറുണ്ടാകും, വിഴിഞ്ഞമുണ്ടാകും, ഒരു ക്ലസ്റ്ററായിട്ട് പൂവാർ വിഴിഞ്ഞം തീരമുണ്ടാകും എന്നെല്ലാമുള്ള സന്തോഷത്തോടെയാണ് വായിച്ചു തുടങ്ങിയത്. ഒരു വാക്കും കിട്ടിയില്ല. ഒരു വരികൾക്കിടയിൽ പോലും എനിക്ക് ഒരു സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നോക്കുക കാര്യങ്ങൾ. ഞാൻ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് വായിച്ചു നോക്കി. ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് വിൽ ബി സെറ്റപ്പ് ഇൻ മുംബൈ, കൊച്ചി, ചെന്നൈ, ഗുജറാത്ത്, ഗോവ, വിശാഖപട്ടണം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ഒഡീഷ. മന്ത്രിയുടെ പ്രസ്താവനയാണ്. ഇത് തന്നെയല്ല ഇത്രയും നാളായിട്ട് ഇവിടെ നടക്കുന്നത്. ഇതല്ലാതെ പുതിയതെന്തെങ്കിലും ഉണ്ടോ? ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കപ്പൽ നിർമ്മാണവും കപ്പൽ വരലും പോകലും പോർട്ടും എല്ലാം നടന്നിട്ടാണല്ലോ നമ്മൾ ഈ പരുവത്തിലെത്തി നിൽക്കുന്നത്. ഇത്രയൊക്കെ പോർട്ടുകൾ ഉണ്ടായിട്ടാണല്ലോ ലോക പട്ടികയിൽ ഒരു പോർട്ട് 27-ാം സ്ഥാനം. അത് സ്വകാര്യ മേഖല. പൊതുമേഖലാ പോർട്ട് 29-ാം സ്ഥാനം. ഇത്രയും വലിയ പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ്.
അപ്പോൾ ഈ പറയുന്ന മുംബൈയും കൊച്ചിയും ചെന്നൈയും ഗുജറാത്തും ഒക്കെ ഇവിടെ ഉള്ളതാണല്ലോ. അവർ നടത്തിയ നേട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതുമാണ്. ഇനി എന്താണ് അത്തരം പോർട്ടുകൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ സംഭാവന ചെയ്യാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞില്ല. നമുക്ക് ആലോചിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. He also said the India, Middle East, Europe Economic Corridor plan will encompass building next generation megaports in India. He listed the Vadhavan and Tuna Tekra development as key projects to support IMEC. ഞാൻ അതിനകത്ത് വിഴിഞ്ഞുണ്ടോ എന്ന് നോക്കുകയാണ്. ഈ ടൂണ ടെക്ര നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വാധ്വാൻ പോട്ടെ, കുറേ നാളായിട്ട് മഹാരാഷ്ട്രയിലെ വാധ്വാനെ കുറിച്ച് കേന്ദ്ര സർക്കാർ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടൂണ ടെക്ര എവിടെയാണ്? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മന്ത്രി അത് എടുത്തു പറയുന്നു. ഹി ലിസ്റ്റഡ് ദ വാധ്വാൻ ആൻഡ് ടൂണ ടെക്ര ഡെവലപ്മെൻറ്റ് ആസ് കീ പ്രോജക്ട്സ് ടു സപ്പോർട്ട് ഐമീക്. ഈ അന്താരാഷ്ട്ര പാതയിലോട്ട് പോകുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് ഈ പോർട്ടുകളാണെന്ന് പറയുന്നു. അപ്പോൾ വിഴിഞ്ഞത്തിനൊരു പങ്കുമില്ലേ? മന്ത്രിക്ക് അറിയാത്തതല്ലല്ലോ വിഴിഞ്ഞം, അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പോർട്ടുണ്ടെന്നും അത് പൂർത്തിയാകുന്നുണ്ടെന്നും ഇവിടെ കപ്പലെടുത്ത് തുടങ്ങിയെന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈ പറയുന്നതിലൊന്നും വിഴിഞ്ഞമില്ല. ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ക്ലസ്റ്റേഴ്സ് വിൽ എമർജ് ഇൻ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് സച്ച് എസ് മുംബൈ, കൊച്ചി, ചെന്നൈ, ഗുജറാത്ത്, ഗോവ, വിശാഖപട്ടണം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ഒഡീഷ. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം അറിഞ്ഞുകൂടാതെയല്ല, ഇത്രയും നാളും പിക്ചറിലില്ലാതിരുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പുതിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് വരാൻ പോകുന്ന പോർട്ടിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പോർട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം വിട്ടുകളഞ്ഞത്? അദ്ദേഹത്തിന് കടലുമായിട്ട് വലിയ ബന്ധമില്ല. ആസാംകാരനായതുകൊണ്ട് ചിലപ്പോൾ കടലും കടൽ തീരവും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. അങ്ങനെ സംഭവിച്ചതാണോ? ഈ വാധ്വാനും ടൂണ ടെക്രയും ഒക്കെ പറയാൻ കഴിയുന്ന മന്ത്രിക്ക് വിഴിഞ്ഞം എന്തുകൊണ്ട് വഴങ്ങാതെ പോയി? ഞാൻ പത്രവാർത്ത മുഴുവൻ വായിക്കുകയാണ്. കാരണം പ്രേക്ഷകർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കേരളത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാനാണ്. വി ആർ പ്രൗഡ് ടു ലീഡ് ദ വേ വിത്ത് ദ ഡെലിവറി ഓഫ് ഓട്ടോണമസ് ഇലക്ട്രിക് ബാർജസ് ടു നോർവേ ബൈ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ദിസ് സ്ട്രൈഡ് ഇൻ ടെക്നോളജി വിൽ റീഡിഫൈൻ ദ മാരിടൈം ഇൻഡസ്ട്രീസ് ഫ്യൂച്ചർ. ഇവിടെ 13,500 മെത്തനോൾ ഇന്ധനമായിട്ടുള്ള കപ്പൽ ചൈന നീറ്റിൽ ഇറക്കി കഴിഞ്ഞു. ഇവിടെ ക്രൂയിസ് വെസൽ, ലോകത്തിലെ വലിയ ക്രൂയിസ് വെസലുകളിൽ ഒന്ന് ഡ്യുവൽ ഫ്യൂവൽ ഇറക്കി കഴിഞ്ഞു. നമ്മുടെ കൊച്ചിയിൽ തന്നെ IIT പഠിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഈ ഇലക്ട്രിക് സോളാർ വൈക്കത്ത് നിന്ന് കൊച്ചിയിലോട്ട് ദിവസേന ഓടിക്കുന്ന ഒരു സോളാർ ബോട്ട് ഇറക്കിയിട്ട് എനിക്കൊന്ന് 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. പിന്നെ എന്താണ് കൊച്ചിൻ പോർട്ട് നിർമ്മിച്ച, കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഈ ബാർജിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു വലിയ തീർച്ചയായിട്ടും അത്തരം നിർമ്മാണങ്ങളെല്ലാം നല്ലത് തന്നെയാണ്, അതിനൊന്നും കൊച്ചായി കാണുന്നില്ല. പക്ഷെ അത് ഈ പറയുന്ന ചരിത്രം തിരുത്താൻ പോകുന്നു. ദിസ് സ്ട്രൈഡ് ഇൻ ടെക്നോളജി വിൽ റീഡിഫൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബാർജ് നിർമ്മാണത്തിലൂടെ എന്ത് ടെക്നോളജിയാണ് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്? ഇതൊന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം ആരെങ്കിലും. Commenting on how this plan will be connecting India to the Middle East and Europe through shipping lines, he said this will encompass building next generation megaports. Vadhavan and Tuna Tekra development will be key projects to support IMEC. ഞാൻ വായിച്ചു തളർന്നു. ഒരു വരി, ഇവിടെ തെക്കേ ഇന്ത്യ ഉണ്ട്, അവിടെ ഒരു കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനമുണ്ട്, അവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് വരുന്നു. ഇതൊന്നും അറിയാത്തൊരു മന്ത്രിയാണോ? ആവർത്തിച്ച് എത്ര തവണയാണ് ടൂണ ടെക്ര പറയുന്നത്, വാധ്വാൻ പറയുന്നത്, ആൻഡമാൻ നിക്കോബാർ പറയുന്നത്, ഒഡീഷ പറയുന്നത്? India is presently working on a rupees 76,000 crore plan for developing the Vadhavan port in Dahanu, Maharashtra. The project has prospects of achieving throughput of 308 million tons per annum in 2040. Besides this, the Tuna Tekra development is 4,200 crore container terminal being set up in Kandla, Gujarat. ഇപ്പോൾ മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് തെക്കോട്ടൊന്നും ഇന്ത്യ ഇല്ല. 4,200 കോടിയുടെ പ്രൊജക്റ്റ് പറയുമ്പോഴും 7,525 കോടിയുടെ വിഴിഞ്ഞം അദ്ദേഹത്തിന് പറയാൻ തോന്നുന്നില്ല എന്നുള്ളിടത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? Under the Maritime India Vision 2047, Deen Dayal and Tuna Tekra Port Cluster
and JN Vadhavan Port Cluster are to be developed as mega ports with capacity of more than 500 million ton per annum. വിഴിഞ്ഞമില്ല. ദയവ് ചെയ്ത് പ്രേക്ഷകർ ഒന്ന് തിരുത്തി തരിക. ഞാൻ വായിച്ചു തളർന്നു. ആസ് പാർട്ട് ഓഫ് അവർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഐലൻഡുകളെക്കുറിച്ച് പോലും മന്ത്രിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആസ് പാർട്ട് ഓഫ് അവർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഗലദിയ ബേ ഇൻ ആൻഡമാൻ വിൽ ബി ഡെവലപ്ഡ് ആസ് ആൻ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. These projects can truly change the maritime landscape of the region. Galathea Bay Transshipment Hub will be developed at a total cost of 44,000 crore. ഇതെല്ലാം നമ്മളും കൊടുക്കുന്ന നികുതിയല്ലേ, ഓരോ മലയാളിയും കൊടുക്കുന്ന നികുതിയല്ലേ? ഈ 76,000 കോടി, ഈ 44,000 കോടി എത്രയാകുന്നു? 1,00,000 പുറത്തായി, 1,10,000 കോടിയായി. ഇതാര് കൊടുക്കുന്ന പൈസയാണ്? ഇത് മനഃപൂർവ്വമാണോ? നമ്മളെ തമസ്കരിക്കാൻ വേണ്ടിയാണോ? വിഴിഞ്ഞമെന്ന് പറഞ്ഞൊരു പദ്ധതി പൂർത്തിയാകുമ്പോഴും കമാന്നൊരക്ഷരം പറയാത്തൊരു മന്ത്രി, പൂവാർ എന്ന് പറയുന്നൊരു കപ്പൽശാല വേണമെന്ന് JNPT ആണ് പഠനം നടത്തി പറഞ്ഞത്. പൂവാർ കപ്പൽശാലയാണ് ഇന്ത്യക്ക് ഇനി വേണ്ടത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ? പ്രേക്ഷകർ പ്രതികരിക്കുക. ഞാൻ നിർത്തുന്നു. സെയിലിംഗ് കമന്ററി നാളെ 102-ാം ദിവസം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ. ഇതിനിടയ്ക്ക് മത്സരം മറന്നു പോകരുത്. കപ്പൽ എടുക്കുന്ന ദിവസം വരുന്ന ആദ്യത്തെ കപ്പൽ, ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ, പലരും കമ്പനിയുടെ പേരാണ് എഴുതുന്നത്, കപ്പലാണ് വേണ്ടത്. ഏത് കപ്പൽ? ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, എവർഗ്രീൻ്റെ ഏത് കപ്പൽ? സൈനിങ് ഓഫ്, എലിയാസ് ജോൺ. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs.